ഹായ്, ഞാൻ ജിതിൻ അബ്രഹാം, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് കേരളത്തിൻ്റെ പുറത്തൊക്കെ താമസിക്കുന്ന കപ്പിൾസിൻ്റെ ഇടയിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ ആണ് ദാറ്റ് ഈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇഷ്യൂസ്. കാരണം അണ്ടർസ്റ്റാൻഡിങ് ആണ് നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്ക് വേണ്ടത്. പക്ഷേ ഇന്ന് ഓൾമോസ്റ്റ് മിക്ക ഫാമിലീസിലും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെയാണ് പോകുന്നത്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റും രണ്ടും രണ്ടാണ്. കാരണം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാവരും ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് നാൾ അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എന്ന് പറഞ്ഞ് തുടങ്ങും. പക്ഷേ അത് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലിലേക്ക് പിന്നെ അങ്ങ് മാറും. പിന്നെ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെവലിലാണ് മുന്നോട്ട് പോകുന്നത്. അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. കാരണം ടിപ്പിക്കൽ ഒരു ഫാമിലി ലൈഫ് അങ്ങ് നടത്തി മുന്നോട്ട് കൊണ്ടുപോവാണ്. അവിടെ ഇപ്പോൾ മക്കളുണ്ടാവും, 2-3 മക്കളൊക്കെ ഉണ്ടാവും. ഒരു ഫാമിലിയൊക്കെ ഒരു ചുമ്മാ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അതിനകത്തൊരു പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ ഒരു നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അവിടെ ഉണ്ടാവാറില്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഫാമിലീസിനല്ല ഇന്ന് മുൻതൂക്കം കൊടുക്കേണ്ടത്, അണ്ടർസ്റ്റാൻഡിങ് ഫാമിലിയാണ്. കപ്പിൾസ് പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകണം. അവരുടെ പരസ്പരമുള്ള പാർട്ട്നേഴ്സിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കി വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം 2 വ്യക്തികൾ എന്ന് പറയുന്നത്, ഫാമിലിയിലുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 ഫാമിലീസിൽ നിന്ന് വരുന്നവരാണ്, 2 കൾച്ചറിൽ നിന്ന് വരുന്നവരാണ്, ഒറ്റ വീട്ടിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ തിങ്കിങ് പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ഒരാൾക്ക് ദേഷ്യം കൂടുതലും ഒരാൾക്ക് ദേഷ്യം കുറവുമായിരിക്കും. ഒരാൾക്ക് ദേഷ്യം വളരെ കൂടുതലാണെങ്കിൽ മറ്റേ ആൾ അതിനെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഭയങ്കര അളവിൽ കൂടുതലുള്ള ആളായിരിക്കും. ചിലർക്ക് സെൽഫ് ഹാമിങ് ഉള്ള പാർട്ട്നേഴ്സ് ഉണ്ട്. ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ അടിക്കാനോ അല്ലെങ്കിൽ ദേഷ്യം വന്നു കഴിയുമ്പോൾ അവരെ ക്രൂരമായിട്ട് അവരെ ആക്രമിക്കാൻ ടെൻഡൻസി ഉള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ ഇങ്ങനെ പല രീതിയിലുള്ള പാർട്ട്നേഴ്സാണ് ഒരു ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പാർട്ട്നേഴ്സ് വരുമ്പം ഡെഫിനറ്റ് ആയിട്ടും മനസ്സിലാക്കണം, അതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആണ്. ഇപ്പം ഇന്ന് ഓൾമോസ്റ്റ് എല്ലായിടങ്ങളിലും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അവൈലബിൾ ആണ്. പണ്ട് കാലങ്ങളിലൊന്നും അതില്ലായിരുന്നു. പക്ഷേ ഇന്നാണ് ഡിവോഴ്സ് റേറ്റ് വളരെ ഹൈ ആയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് ജസ്റ്റ് കുടുംബ കോടതികളിലൊന്നും നോക്കിയാൽ മതി എന്തോരം കേസുകളാണ് കെട്ടിക്കിടക്കുന്നതെന്ന് അറിയാമോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് വരുന്ന കേസസ് ചുമ്മാ ഒന്ന് കൗണ്ട് ചെയ്താൽ മതി. എൻലെസ് നമ്പർ ഓഫ് കേസസ് ആണ് കൗൺസിലേഴ്സിൻ്റെ അടുത്ത്, മാരേജ് കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് പലർക്കും അറിയത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രീ മാരിറ്റൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഒരു പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി എങ്ങനെ കൊണ്ടുപോകാമെന്ന്. അതിനൊന്ന് 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: ഷെയറിങ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന്, നിങ്ങൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും പരസ്പരം ഷെയർ ചെയ്യണം. ഒരു ദിവസം നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour, ഏറ്റവും കുറഞ്ഞതൊരു 1/2 hour പരസ്പരം സംസാരിക്കണം. അത് ചുമ്മാ അടിയുണ്ടാക്കാനോ അല്ലെങ്കിൽ അടിയിൽ കലാശിക്കുന്ന ടോക്കല്ല. വളരെ കൂളായി, വളരെ സാവധാനത്തിൽ അന്ന് നടന്ന കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാൻ പറ്റണം. എന്തൊക്കെ അവരുടെ ലൈഫിൽ നടന്നു, രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ജോലിക്ക് പോയപ്പോൾ, അവരുടെ വീട്ടിൽ സ്പെൻഡ് ചെയ്തപ്പോൾ. 2 പേരും ജോലിക്കാരാണ്, ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അതെല്ലാം നിങ്ങൾ ഓപ്പണായിട്ട് ഷെയർ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പാർട്ട്ണറിനോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഷെയറിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ജോലിക്കാരൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്കൊന്നും പറ്റത്തില്ല, രാവിലെ നല്ല തിരക്കായിരിക്കും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഡിന്നറെങ്കിലും ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഫുഡ് കഴിക്കണം. ഒരുമിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കുക. കാരണം ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു 2 മാസം മുമ്പ് പ്രണയാതുരമായിട്ടായിരിക്കും നമ്മൾ നടക്കുന്നത്. പക്ഷേ 10 വർഷം കഴിഞ്ഞാലോ അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല. പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ പോകുന്ന കുടുംബങ്ങളുണ്ട്, ഫാമിലി കപ്പിൾസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഭാര്യമാരും ഭർത്താക്കന്മാരും ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട്, ചുറ്റുമുണ്ട്. പക്ഷേ അവർ ഫോക്കസ് ചെയ്യുന്ന, അവർ കൊണ്ടുപോകുന്ന രീതി വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ വളരുന്ന മക്കളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. അവരുടെ ബിഹേവിയർ നല്ല ബിഹേവിയർ ആയിരിക്കും, നന്നായിട്ടായിരിക്കും അവർ വളർന്നു വരുന്നത്. കാരണം അവർ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ 100% ഒരു 60-70% വീടുകളിലും ഇതല്ല അവസ്ഥ. അവിടെ ഷെയറിംഗ് എന്ന് പറഞ്ഞ കാര്യം നഷ്ടപ്പെടുമ്പോൾ അവിടെ ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. മനസ്സുകൾ തമ്മിൽ വല്ലണ്ടാകലും. അപ്പോൾ ആ ബാരിയേഴ്സ് മാറ്റി എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിച്ച് ഒരു ഷെയറിംഗ് ബോണ്ട് അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. 2, ഈ ഷെയറിംഗ് ഉണ്ടാകുന്നിടത്ത് തീർച്ചയായിട്ടും ഒരു കെയറിംഗ് ഉണ്ടാവും. ഇപ്പോൾ പാർട്ട്ണറിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ, അവർക്ക് വയ്യെങ്കിൽ, ഡെഫിനറ്റായിട്ട് കൂടെയുള്ള പാർട്ട്ണർക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റണം. അവരുടെ മെൻ്റൽ ഹെൽത്ത് വീക്കാകുമ്പോഴും അവരുടെ ഫിസിക്കൽ ഹെൽത്ത് വീക്ക്
ക്ലിക്കാവുമ്പം ഡെഫിനറ്റായിട്ട് അവരെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഷെയറിങ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടൊരു കെയറിങ് ഉണ്ടാവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി അണ്ടർസ്റ്റാൻഡിങ് അവിടെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കും. പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കും. കാരണം ഒരാളുടെ ഇഷ്ടങ്ങൾ എന്താ, ഒരാളുടെ കുറവുകൾ എന്താ, അത് മനസ്സിലാക്കി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവല്ല, മനസ്സിലാക്കി ഒപ്പം നന്നായി ജീവിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാമിലി ലൈഫ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വീട്, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബജീവിതം സ്വർഗമായിട്ട് മാറും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കീപ് ഗോയിങ്. God bless you.